ഹലോ, അപ്പോൾ സ്വാഗതകൃഷ്ണൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ഐറ്റമായിട്ടോ വന്നേക്കുന്നത്. പണ്ടൊക്കെ ബേക്കറികളിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിച്ചിട്ടുള്ളതാണ് സ്വിസ് റോള്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ അതിനാവശ്യമായിട്ട് വരുന്ന 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ ബൗളിൽ ഒരു തുള്ളി വെള്ളമൊന്നും പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളായിരിക്കണം നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് കറക്റ്റ് മധുരമാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഫില്ലിങ്ങായിട്ട് ജാമൊക്കെ ചേർക്കുമ്പം മധുരമൊക്കെ പാകമായിരിക്കും. അപ്പോൾ ടീസ്പൂൺ അല്ല കേട്ടോ, അത്യാവശ്യം അതിലും വലിയ സ്പൂണാണ് ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതെല്ലാം നമുക്കിതെല്ലാം കൂടി മിക്സീൻ്റെ ജാറിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. ഞാനേതായാലും ഇത് വിസ്ക് കൊണ്ടാണെങ്കിൽ ഒരുപാട് സമയം നമ്മളിത് ചെയ്യേണ്ടി വരും. അപ്പം ഞാനേതായാലും എൻ്റെ കയ്യിൽ ബീറ്റർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബീറ്റർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മിക്സി ആണെങ്കിലും മതി കേട്ടോ. മിക്സീൻ്റെ ജാറിലിട്ടാലും മതി. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ വിസ്ക് കൊണ്ട് കുറച്ച് ആക്കിയാലും മതി. ബീറ്റർ കൊണ്ടായതുകൊണ്ട് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. മുട്ടയും പഞ്ചസാരയും വാനില എസൻസിൻ്റെയും മിക്സ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീറ്റർ വാങ്ങുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 400 സംതിങ് കുറഞ്ഞ വിലേൻ്റെ ഒരു ബീറ്റർ വാങ്ങിയാലും മതി. നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. എൻ്റെ ബീറ്റർ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു. നമുക്ക് ഈ മിക്സിലോട്ട് നമുക്കൊരു 2.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം. വേറെയുള്ള വെളിച്ചെണ്ണയോ അങ്ങനത്തെ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് ആ സൺഫ്ലവർ ഓയിൽ ഈ മുട്ട മിക്സിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് കുത്തി ഇളക്കണ്ട. ഞാൻ ഈ കാണിക്കുന്ന പോലെ രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി. അത് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമുക്ക് പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/3, അതായത് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് വേണമെങ്കിൽ നമുക്കൊരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനത് വിട്ടുപോയി. ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്തത്, പക്ഷേ ഒരു കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്കത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരിപ്പ കൊണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ അരിച്ചതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നിച്ച് തന്നെ ഇടാം. നമ്മൾ കുറച്ച് ആകെ 1/2 കപ്പല്ലേ എടുത്തിട്ടുള്ളൂ. നമുക്കിനി അത് വിസ്ക് കൊണ്ട് തന്നെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് കട്ടി പാടില്ലാത്ത മിക്സാണ് കേട്ടോ. നമുക്ക് ദോശ ചട്ടിയിൽ ഇങ്ങനെ പരന്ന് വരണം. സാധാ കേക്ക് പോലെ തിക്ക് ബാറ്റർ പാടില്ല. അപ്പോൾ നമുക്കിത് ഒന്നായിട്ട് ആ മൈദ എല്ലാ ഭാഗത്തും ഇളകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരുപാടങ്ങ് കുത്തി ഇളക്കാനും പാടില്ല. ഒരു സോഫ്റ്റായിട്ട്. അപ്പം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്പാച്ചില വെച്ചിട്ട് അരികത്ത് എല്ലാ മിക്സും കൂടെ എടുത്ത് ഒന്നിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് പാകമാണ്. നമുക്കിനി അത് ദോശച്ചട്ടിയിൽ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഒരു അലുമിനിയത്തിൻ്റെ അടപ്പ് നമ്മൾ ആദ്യം സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് ഇതങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നേരിട്ട് നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകും. ഇനിയിപ്പം കുറഞ്ഞ തീയിൽ മെല്ലെ വെച്ചാലും ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എന്നാലും ഇതാണ് നല്ലത്. ഇങ്ങനെ വെച്ച് കൊടുത്താൽ അടിഭാഗത്തൊന്നും ഒരു കംപ്ലൈൻറ്റും വരില്ല. അപ്പം നമുക്കെല്ലാം ആ ദോശച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം അതിൻ്റെ അരികിലേക്ക് കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിൽ നമുക്ക് കിട്ടും ഇങ്ങനെയാണെങ്കിൽ. നമുക്കത് ആ അടപ്പിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് തീ കത്തിക്കാം കേട്ടോ. ഞാനൊരു അടപ്പെടുത്ത് അടച്ചു നോക്കി, പക്ഷെ അത് ചെറിയ അടപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിന് പാകമുള്ള അടപ്പ് തന്നെ, അതായത് ദോശച്ചട്ടിൻ്റെ വക്കിന് പാകമായ അടപ്പ് തന്നെ വെക്കണം. അല്ലെങ്കിൽ മാവൊക്കെ അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ
ഞാൻ അങ്ങനെ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല വേറെ അലുമിനിയത്തിൻ്റെ അടപ്പോ അങ്ങനെ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വല്ലാതെ അങ്ങ് പൊങ്ങി വന്ന് പിടിക്കുകയൊന്നുമില്ല. കാരണം ഫ്ലാറ്റ് ആയിട്ടുള്ളതല്ലേ, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ തീ കത്തിച്ച് കൊടുത്ത് ഞാൻ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടു. ഒരു മിനിറ്റ് കഴിഞ്ഞതോടുകൂടി ഞാനത് സിമ്മിലോട്ടാക്കി കേട്ടോ. കാരണം ചട്ടി ഇതായി പാത്രം ഒന്ന് ചൂടായി വരണം. അത് ഞാൻ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തി നോക്കിയപ്പം നടുക്ക് വശം ഒന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചു. നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ തീ എപ്പോഴും സിമ്മിലേ ഇടാൻ പാടുള്ളൂ, നമ്മൾ കൂട്ടിയിടരുത്. 10 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കതിപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ, നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ആവി പോകുന്നുണ്ടല്ലേ. അപ്പം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കുറച്ച് സമയം. അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അടിവശം ചിലപ്പോൾ അത് ദോശച്ചട്ടിയിൽ നിന്ന് ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ചട്ടുകം വെച്ചിട്ട് അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ പിടിക്കുകയൊന്നുമില്ല. കണ്ടില്ലേ, അടിവശം ഒന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. നമുക്കിനി ഇത് വേറൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള, ഇനി ബട്ടർ പേപ്പർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പറുകൾ വെച്ച് കൊടുത്താലും മതി. നമുക്ക് അതിലോട്ട് ഈ കേക്ക് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ജാം തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ജാം നമുക്ക് കിട്ടുമ്പോൾ നല്ല കട്ടിയാവുമല്ലോ, അത് നമുക്കതിലോട്ട് തേച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്കതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നീട് നന്നായിട്ടത് ബീറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ആ ഫോർക്കും കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ നമുക്കത് കേക്കിൽ തേച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. നല്ല കളറുള്ള ജാം നോക്കി വാങ്ങണം കേട്ടോ. അത് പിന്നെ മിക്സ്ഡ് ഫ്രൂട്ട് ജാമൊക്കെ ആണെങ്കിൽ, അതേപോലെ മുന്തിരിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ വാങ്ങിയതിന് ഇത്ര കളറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനതെടുത്ത് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല കളറുള്ള ജാം നോക്കി വാങ്ങുക. അപ്പോൾ അതിൻ്റെ ഭംഗി വേറെ തന്നെ കാണാട്ടോ നമുക്കതിൽ. അപ്പോൾ അത് ഏകദേശം നല്ല മിക്സായി വന്നിട്ടുണ്ട്. നമുക്കത് ആ കേക്കിലോട്ട് അങ്ങനെ എല്ലാ ഭാഗത്തും ആവുന്ന വിധം തേച്ച് കൊടുക്കാം. ഒരുപാട് കട്ടിയിൽ അങ്ങോട്ട് തേക്കേണ്ട. തേക്കുമ്പോൾ നമ്മളിത് ചുരുട്ടുമ്പം ആകെ പുറത്തോട്ട് പോകും. അപ്പോൾ ഒരു പാകത്തിന് നമുക്കതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഞാനത് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയും ജാമ് മതിയാവും ഇത് ഇത്രയും ഈ ഒരെണ്ണത്തിൽ തേക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് മടക്കി റോൾ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് കയറ്റി വയ്ക്കണം. ഒന്ന് ചൂടാറി ഈ ജാമൊക്കെ ഒന്ന് അതിൽ പിടിച്ച് ഈ കേക്ക് ഒന്ന് സെറ്റാവാൻ, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ബട്ടർ പേപ്പറോട് കൂടി തന്നെ അരികുവശമൊക്കെ ഒന്ന് ചുരുട്ടി നല്ല അമർത്തി പൊതിയണേ. അങ്ങനെ ചുരുട്ടിയിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് ചുരുട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്കതൊരു 5-6 മിനിറ്റ് നമുക്കത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ചൂട് ആറും അത് ആ റോള് ചെയ്യുമ്പോൾ ഇതിൽ സോഫ്റ്റായിട്ടും കിട്ടും. അപ്പം നമുക്കതിൻ്റെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വക്ക് തേക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോക്കനട്ട് വേണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട്. നമുക്കത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാം. പക്ഷേ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. നമുക്ക് നാളികേരത്തിൻ്റെ ബേക്ക് വശമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചൂടാക്കി മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോഴേക്കും ഞാനത് കേക്ക് എടുത്തു. കറക്റ്റ് നല്ല അതിൽ വന്നിട്ടുണ്ട്. നമുക്കിനി അത് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനത് ആദ്യം തന്നെ 2 അരികും ആദ്യം അത് കട്ട് ചെയ്തിട്ടുണ്ട്. ആ 2 അരികിലും പക്ഷേ വല്ലാതെ ജാമൊന്നും ഉണ്ടാവില്ല. പിന്നീടുള്ളതിലാണ് കാരണം കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. ഉണ്ടല്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഈ 1/2 കപ്പ് മൈദ കൊണ്ട് ഒരു 7 പീസോളം നമുക്കത് കിട്ടും. പിന്നെ അരികത്തെ പീസ് അപ്പം തന്നെ ചിലവാകും. ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ അപ്പം തന്നെ ഇത് കഴിഞ്ഞു. ഒരു പീസ് പോലും ബാക്കിയില്ലാതെ എല്ലാം അപ്പം തന്നെ കഴിഞ്ഞു. നല്ല ടേസ്റ്റായിരുന്നു. നമുക്കതിൻ്റെ മുകളിലോട്ട് നമുക്ക് ജാം തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഓരോ പീസാക്കിയിട്ട് ജാം തേച്ച് കൊടുക്കാം. അല്ലാതെ മുഴുവനെ അങ്ങനെ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വേണമെങ്കിൽ നമുക്ക് ജാം തേച്ച് കൊടുക്കാം. പക്ഷേ അപ്പോൾ നമ്മുടെ ആകെ ആ ബട്ടർ പേപ്പറിലൊക്കെ ഫുള്ള് പോവും. നമുക്ക് ഇങ്ങനെയാണെങ്കിൽ
അതിനുശേഷം നമ്മൾ കോക്കനട്ടും കൂടെ ആകുമ്പോൾ പിന്നെ അത് എങ്ങോട്ടും സ്പ്രെഡ് ചെയ്ത് പോവില്ല. കണ്ടില്ലേ, അടിപൊളി സോഫ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.